ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാളയെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് കണ്ണാടി പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിക്ക് കൂടി അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളിക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വശക്കിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവ് നിങ്ങൾ കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി. പരുവം ആകുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ നല്ലതായിട്ട് ചുവക്ക വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റൗവിന് ഓഫ് ചെയ്തിട്ടാണ് തേങ്ങ വറുത്തെടുക്കണം. ആ ചൂടിൽ മതി. ചെറിയ രീതിയിലുള്ള ഈർപ്പം മാറിയാൽ മാത്രം മതി. ഇതിൻ്റെ കൂടി കുറച്ച് ഒരു പിടി പുതിനയില കൂടി ഇട്ട് കൊടുക്കുക. അത് മണച്ച് വെച്ചിട്ട് തന്നെ ഇടണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് കരിഞ്ഞു പോകും. അതിൻ്റെ കൂടി ഒരു കഷ്ണം പുളി ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം ഒന്ന് അരച്ചെടുക്കാം. നല്ലൊരു ചട്നിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാനുള്ള നല്ലൊരു ചട്നിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ശകല വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യം കണക്കാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കലക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. ചിട്ടുകൊടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അത് കാണിച്ചിട്ടില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് എനിക്ക് ദോശയും ചമ്മന്തിയാണ്, അതാണ് ഞാനിത് കാണിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.